കോഴിക്കോട് വാണിമേലിൽ +2 വിദ്യാർത്ഥിനിയുടെ പിന്നാലെ ഓടിയെത്തുകയായിരുന്നു തെരുവ് നായ്ക്കൾ. വാണിമേൽ ക്രസന്റ് ഹൈസ്കൂൾ വിദ്യാർത്ഥിക്ക് നേരെയാണ് തെരുവ് നായ്ക്കൾ പാഞ്ഞെടുത്തത്. രതീഷ്, അത് ഏറെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. ഇന്നലെ രാവിലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ പെൺകുട്ടി സ്കൂളിലേക്ക് പോകുന്ന വഴിക്കാണ്. ഒന്നും രണ്ടുമല്ല 6 നായ്ക്കളാണ്, തെരുവ് നായ്ക്കളാണ് കുട്ടിയുടെ പിന്നാലെ ഓടിയെടുത്തത്. കുട്ടി നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. അത്രയധികം ഭയപ്പെട്ടു പോയി പെൺകുട്ടി. കുട്ടി നിലത്ത് വീണ സമയത്തും കൂടുതൽ ശബ്ദത്തിൽ കരയുകയാണ് ഉണ്ടായത്, നിലവിളിക്കുകയാണ് ഉണ്ടായത്. ഇത് കേട്ട് അയൽവാസികളും ശബ്ദമുണ്ടാക്കിയതോടുകൂടിയാണ് നായ്ക്കൾ കുട്ടിയെ കടിക്കാതെ പിന്തിരിഞ്ഞോടിയത്. അതുകൊണ്ട് കുട്ടി അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. ആ മേഖലയെ സംബന്ധിച്ച് പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും തെരുവുനായ ശല്യമുണ്ട്. ചില കേന്ദ്രങ്ങളിലാണ്, ചില കോണുകളിലാണ് തെരുവുനായ ശല്യം അതിരൂക്ഷമായി തുടരുന്നത്. അതുപോലൊരു സ്ഥലമാണ് വാണിമേൽ പഞ്ചായത്തിലുള്ള ഈ പ്രദേശം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ കുട്ടികളെയൊക്കെ സംബന്ധിച്ച് രാവിലെ സ്കൂളിലേക്കും മദ്രസയിലേക്കും ഒക്കെ പോകുന്ന കുട്ടികൾക്ക് ചില സമയങ്ങളിൽ പുറത്തിറങ്ങാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് സ്ഥിതി. പക്ഷേ തെരുവുനായ്ക്കളെ നിയന്ത്രിക്കുന്നതിന് മറ്റു മാർഗ്ഗങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല എന്നതാണ്. വന്ധ്യംകരണം നടക്കുന്നുണ്ടെന്ന് പറയുന്നു. പക്ഷേ പ്രത്യേകിച്ച് ഈ സമയത്തൊക്കെ, ഈ കന്നിമാസത്തിലൊക്കെ തെരുവുനായ്ക്കൾ അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. അത് ദിനംപ്രതി എന്നവണ്ണം വർദ്ധിച്ചു വരിക കൂടിയാണ്. കഴിഞ്ഞ ആഴ്ചയാണ് കല്ലാച്ചിയിൽ ഒരു പെൺകുട്ടി ട്യൂഷൻ ക്ലാസ്സിൽ രാവിലെ 7:30 പോകുന്ന സമയത്ത് നായ്ക്കൾ ഇതുപോലെ പാഞ്ഞെടുക്കുകയും കുട്ടി കൈവശമുണ്ടായിരുന്ന ബാഗ് നായ്ക്കൾക്ക് നേരെ എറിഞ്ഞ് രക്ഷപ്പെട്ടു പോവുകയും ചെയ്തിരുന്നത്. അതേ സമാനമായ രീതിയിൽ അത്ര തന്നെ ഭീതിപ്പെടുത്തുന്ന ഒരു ദൃശ്യങ്ങളാണ് ഏതായാലും ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. കുട്ടിക്ക് പരിക്കൊന്നും ഏറ്റിട്ടില്ല, ആരോഗ്യ പ്രശ്നങ്ങൾ അങ്ങനെയില്ല. പക്ഷേ പേടിച്ചരണ്ട് പോയി കുട്ടി. അതിനുശേഷം നായ്ക്കൾ പിന്തിരിഞ്ഞോടിയതിനു ശേഷം കുട്ടി സ്കൂളിലേക്ക് പോവുകയും ചെയ്തു. +2 വിദ്യാർത്ഥിനിയാണ്. രതീഷ്. ശരി, രാഹുൽ KV ആണ് ഈ വിവരങ്ങൾ നൽകിയത്.